Welcome to all for the online class for plus 2 economics. In the previous class we discussed the basic problems, central problems of an economy, production possibility curve, microeconomics, positive economics and normative economics. Then now we go to the second chapter in introductory microeconomics, that is theory of consumer behavior. എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, ഒരു സമ്പദ്വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ ഗ്രാഫിലൂടെ അവതരിപ്പിക്കാം, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം, പോസിറ്റീവ് എക്കണോമിക്സ് അതുപോലെ നോർമാറ്റീവ് എക്കണോമിക്സ് എന്നീ ആശയങ്ങളാണ്. ഇന്ന് നമുക്ക് ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തം, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നതാണ് നമ്മൾ നോക്കുക. ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എ കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹൂ ബൈസ് കമ്മോഡിറ്റീസ് ഫോർ ഹിസ് സാറ്റിസ്ഫാക്ഷൻ ഓർ ഫോർ ഹിസ് ഫാമിലി. ഒരു ഉപഭോക്താവ് എന്ന് പറയുന്നത് തൻ്റെ സംതൃപ്തിക്ക് വേണ്ടി സാധന സേവനങ്ങൾ വാങ്ങുന്ന വ്യക്തിയാണ് ഉപഭോക്താവ് എന്ന് പറയുക. തൻ്റെ സംതൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി സാധന സേവനങ്ങൾ വാങ്ങുന്ന വ്യക്തിയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുക. ആ കൺസ്യൂമർ എങ്ങനെ കമ്പോളത്തിൽ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചാണ് ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തം എന്നതിൽ നമ്മൾ നോക്കുക. ഇൻ ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ we studies the behavior of individual consumer in a market for final goods. അന്തിമ വസ്തുക്കൾക്ക് വേണ്ടി കമ്പോളത്തിൽ എങ്ങനെ ഒരു ഉപഭോക്താവ് പെരുമാറുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. in which this chapter explains the choice problem of the consumer. Choice problem of the consumer means choice of the consumer for different goods and services with his available income or his available budget. The choice of the consumer depends on mainly available alternatives and taste and preference of the consumer. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഉപഭോക്താവ് അന്തിമ വസ്തുക്കൾക്ക് വേണ്ടി എങ്ങനെ കമ്പോളത്തിൽ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചാണ്. അത് പ്രധാനമായും വിശകലനം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് പ്രശ്നത്തെക്കുറിച്ചാണ്. ഉപഭോക്താവിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രശ്നത്തെക്കുറിച്ചാണ്. ഉപഭോക്താവിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ്, സാധന സേവനങ്ങളുടെ വൈവിധ്യപരമായ സാധന സേവനങ്ങളുടെ സംയോഗങ്ങൾ, ലഭ്യമായ സംയോഗങ്ങൾ, കൂടാതെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഇഷ്ടങ്ങളും മുൻഗണനകളും അനുസരിച്ചാണ് ഉപഭോക്താവിൻ്റെ തിരഞ്ഞെടുപ്പ് സാധ്യമാകുന്നത്. ഫോർ എക്സ്പ്ലെയിനിങ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ വി ഹാവ് ടു ടേക്ക് സം അസംഷൻസ്. ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തം വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ചില സങ്കല്പങ്ങൾ ഉണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക്. There are only two goods, good one and good two. രണ്ട് വസ്തുക്കൾ മാത്രമേ ഉപഭോക്താവിന് ലഭ്യമായി ഉള്ളൂ എന്ന് വിചാരിക്കുക. ഗുഡ് വൺ ആൻഡ് ഗുഡ് ടു. കൺസ്യൂമർ ഹാസ് ബണ്ടിൽസ്. ബണ്ടിൽസ് മീൻസ് ദ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ് വൺ ആൻഡ് ഗുഡ് ടു. ഹിയർ ഗുഡ് വൺ ആൻഡ് ഗുഡ് ടു. ഗുഡ് ഒന്നിൻ്റെയും ഗുഡ് രണ്ടിൻ്റെയും സംയോഗങ്ങൾ കൂടി ചേർന്ന ഇതിനാണ് നമ്മൾ ബണ്ടിൽ എന്ന് പറയുക. ഈ ബണ്ടിലുകളാണ് കൺസ്യൂമറിന് അല്ലെങ്കിൽ ഉപഭോക്താവിന് ലഭ്യമായിട്ടുള്ളത്.
x1 denotes the amount of good one. x1 എന്ന് പറയുന്നത് ഗുഡ് വണ്ണിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ x2 എന്ന് പറയുന്നത് ഗുഡ് ടുവിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു. x1 denotes the amount of good one, x2 denotes the amount of good 2. Then x1 x2, x1 the amount of good one, x2 the amount of good 2. Combination of these two goods gives a bundle. Then x1 x2 denotes a bundle that the consumer can purchase with the available income. Like an economy, consumer cannot choose all the commodities that he needs in his life because resources are scarce. Economy faces limited resources or scarcity of resources. Like that, consumer also faces limited resources. For example, limited income. These are the assumptions for explaining consumer behavior theory or ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി സങ്കല്പിക്കുന്ന ചില ആശയങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. There are only two goods. The consumer can choose bundles. Bundles are the combinations of good 1 and good 2. Then x1 denotes the amount of good 1, x2 denotes the amount of good 2. Then x1 and x2, x1 x2, the combination represents the bundle. For example, consider 10 2 bundle and 2 10. 10 2, the bundle represents 10 units of good 1 and 2 units of good 2. Then next bundle 2 10, 2 units of good 1 and 10 units of good 2. ഈ രീതിയിലാണ് നമ്മൾ ബണ്ടിലുകൾ എഴുതുക അല്ലെങ്കിൽ സംയോഗങ്ങൾ എഴുതുക. 10 യൂണിറ്റ് 10 2 എന്ന ബണ്ടിലിൽ 10 യൂണിറ്റ് ഗുഡ് 1ഉം 2 യൂണിറ്റ് ഗുഡ് 2ഉം എന്നതാണ് ഇതിനെ നമ്മൾ വായിക്കുക. അപ്പോൾ ഇത്രയുമാണ് കൺസ്യൂമർ ബിഹേവിയർ തിയറി ആ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ നമ്മൾ വിശകലനം ചെയ്തതിനു വേണ്ടി സങ്കല്പിച്ചിരിക്കുന്ന ആശയങ്ങളാണ് ഈ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. കൺസ്യൂമേഴ്സ് ബജറ്റ്, ഉപഭോക്തൃ ബജറ്റ്. കൺസ്യൂമേഴ്സ് ബജറ്റ് മീൻസ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ that the consumer has to spend on two goods. Here two goods, spend on two goods with the given market price. നിലവിലുള്ള കമ്പോള വിലയ്ക്കനുസരിച്ച് ഉപഭോക്താവിന് വാങ്ങാൻ പറ്റുന്ന രണ്ട് വസ്തുക്കളുടെ കോമ്പിനേഷനുകൾ, അവയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റുന്ന ഉപഭോക്താവിന് സാധിക്കുന്ന വരുമാനത്തെയാണ് അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ കയ്യിലുള്ള വരുമാനത്തെയാണ് നമ്മൾ പറയുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഓർ കൺസ്യൂമേഴ്സ് ബജറ്റ്. കൺസ്യൂമേഴ്സ് ബജറ്റ് ഈസ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ടു സ്പെൻഡ് ഓൺ ടു ഗുഡ്സ്. ഈ രണ്ട് വസ്തുക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കൺസ്യൂമറിൻ്റെ ഭാഗത്ത് കയ്യിലുള്ള വരുമാനത്തെയാണ് കൺസ്യൂമേഴ്സ് ബജറ്റ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് ബജറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എം എന്ന ലെറ്റർ വെച്ചാണ്. എം. കൺസ്യൂമേഴ്സ് ബജറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് ലെറ്റർ എം. അപ്പോൾ അതും അസംഷൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുക. ദെൻ P1 ഈസ് ദ പ്രൈസ് ഫോർ ഗുഡ് 1, P2 ഈസ് ദ പ്രൈസ് ഓഫ് ഗുഡ് 2. P1 എന്ന് പറയുന്നത് ഗുഡ് 1ൻ്റെ പ്രൈസിനെ സൂചിപ്പിക്കുന്നു, P2 എന്ന് പറയുന്നത് ഗുഡ് 2ൻ്റെ പ്രൈസിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതും കൂടി കൂട്ടിച്ചേർത്ത് അസംഷൻസ് നമുക്ക് ഇത്രയും അസംഷൻസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൺസംഷൻ ബണ്ടിൽസ് ആർ അവൈലബിൾ ടു ദ കൺസ്യൂമർ ഡിപ്പെൻഡ്സ് ഓൺ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഉപഭോക്താവിൻ്റെ കയ്യിലുള്ള വരുമാനത്തെയും കമ്പോള വിലയെയും ആശ്രയിച്ചാണ് എത്രത്തോളം ബണ്ടിലുകൾ ഉപഭോക്താവിന് ലഭ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അവൈലബിലിറ്റി ഓഫ് ബണ്ടിൽസ് ഡിപ്പെൻഡ്സ് ഓൺ മെയിൻലി ദ പ്രൈസസ് ഓഫ് ദീസ് ടു ഗുഡ്സ് ആൻഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. Then going to budget set, another concept, budget set. Budget set is the set of
or group of all bundles available to the consumer. Group of bundle available to the consumer with his income at a prevailing market price. Consumer's budget set is the set of all bundles available to the consumer with his income at a given market price or prevailing market price. നിലവിലുള്ള കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ വിലയ്ക്കനുസരിച്ച് ഉപഭോക്താവിൻ്റെ വരുമാനം ഉപയോഗിച്ച് വാങ്ങാൻ സാധിക്കുന്ന ഉപഭോക്താവിന് വാങ്ങാൻ സാധിക്കുന്ന ബണ്ടിലുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ പറയുന്നത് ബഡ്ജറ്റ് സെറ്റ്. കൺസ്യൂമർ വാണ്ട്സ് ടു പർച്ചേസ് X1 of good one, then P1 is the price for good one, then consumer want to spend P1 X1 for good one. X1 എന്ന് പറയുന്നത് ഗുഡ് വണ്ണിൻ്റെ ക്വാണ്ടിറ്റിയും P1 എന്ന് പറയുന്നത് ഗുഡ് വണ്ണിൻ്റെ പ്രൈസുമാണെങ്കിൽ ഒരു ഉപഭോക്താവ് ഗുഡ് വണ്ണിന് വേണ്ടി ചെലവഴിക്കുന്ന ചെലവ് എന്ന് പറയുന്നത് P1 X1 ആണ്. P1 X1 നിങ്ങൾക്ക് കാണാം, P1 X1. അതേപോലെ X2 എമൗണ്ട് ആണ്. X2 എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് 2ൻ്റെ അളവാണ്. അതുപോലെ X2ൻ്റെ വില എന്ന് പറയുന്നത് P2. X1 denotes the quantity of good, X2 denotes the quantity of good 2, and P2 is the price for good 2. Then consumer wants to spend P2 X2 amount for good 2. Good 2 വാങ്ങുന്നതിന് വേണ്ടി കൺസ്യൂമർ P2 X2 ചെലവുകളാണ് കൺസ്യൂമറിന് വരുന്നത്. Then according to that, how many bundles available to the consumer can be determined on the basis of the constraint or budget constraint. We can derive the budget constraint on the basis of this cost and income of the consumer, available income and cost for the two goods, good 1 and good 2. നിലവിലുള്ള ഉപഭോക്താവിൻ്റെ വരുമാനവും രണ്ട് വസ്തുക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഉപഭോക്താവ് ചെലവഴിക്കേണ്ടി വരുന്ന ചെലവിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ബജറ്റ് കൺസ്ട്രെയിൻറ്റ് എന്താണെന്ന് നോക്കാം. P1 X1 is the cost for the good 1, P2 X2 is the cost for the good 2. Then M denotes the income of the consumer. We can write budget constraint for the bundles are P1 X1 plus P2 X2 is less than or equal to M. P1 X1 plus P2 X2 is less than or equal to M. Here P1 X1 plus P2 X2 represents the cost for the two goods. Cost for the two goods. Then M denotes the income of the consumer. Then which means consumer can purchase the two goods, combinations of two goods which cost equal to income or less than income. ഉപഭോക്താവിൻ്റെ കയ്യിലുള്ള വരുമാനത്തിന് തുല്യമായ ചെലവ് വരുന്ന ബണ്ടിലുകൾ ഉപഭോക്താവിന് തിരഞ്ഞെടുക്കാം. കൂടാതെ വരുമാനത്തിന് താഴെ ചെലവ് വരുന്ന ബണ്ടിലും ഉപഭോക്താവിന് തിരഞ്ഞെടുക്കാം. അതാണ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ ദിസ് ഇൻഇക്വാലിറ്റി P1 X1 plus P2 X2 is not equal to M, is less than or equal to M എന്നാണ് പറഞ്ഞിരിക്കുന്നത്. This inequality represents the budget constraint of the consumer. On the basis of budget constraint, consumer can purchase any combination of goods and services or bundle. ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോകാം, ഉദാഹരണത്തിലേക്ക് പോകാം. കൺസിഡർ a consumer has ₹20 as income and suppose the price of two goods are ₹5 and ₹4. ഉപഭോക്താവിൻ്റെ കയ്യിൽ 20 രൂപ വരുമാനമുണ്ട് എന്ന് വിചാരിക്കുക. വസ്തുക്കളുടെ വില ഗുഡ് 1ൻ്റെ വില 5 രൂപയും ഗുഡ് 2വിൻ്റെ വില 4 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് എന്താണെന്ന് കണ്ടെത്താം. ബഡ്ജറ്റ് സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? X1 X2 എന്ന രീതിയിലാണ്. ദെൻ താഴെ പറയുന്ന രീതിയിൽ നമുക്ക് ബണ്ടിലുകൾ ലഭ്യമാണ്.
On the basis of these statistics, we can arrange the bundles available to the consumer are 00, 01, 02, 03, 04, 05, etc. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിലുള്ള ഇത്രയും ബണ്ടിലുകളാണ്, 16 ബണ്ടിലുകളാണ് നിലവിലുള്ള വരുമാനം 20 രൂപ വെച്ച് 5 രൂപ ഗുഡ് വണ്ണിനും 4 രൂപ ഗുഡ് ടൂവിനും ചിലവഴിച്ച് കഴിഞ്ഞാൽ ഇത്രയും ബണ്ടിലുകളാണ് കൺസ്യൂമറിന് ലഭ്യമായിട്ടുള്ളത്. കൺസ്യൂമർ ക്യാൻ സെലക്ട് എനി ബണ്ടിൽ ഫ്രം ദിസ് ബഡ്ജറ്റ് സെറ്റ് 00, 01, 02, 03, 04, 05, then 13, 12, 11, 10, 22, 21, 20, 31, 30 and 40. These are the bundles available to the consumer with his limited income, rupees 20, and considering the price, market price, rupees 5 for good 1 and rupees 4 for good 2. അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. നിലവിലുള്ള 20 രൂപ വരുമാനവും കമ്പോള വില, ഗുഡ് വണ്ണിൻ്റെ വില, സാധനം 1ൻ്റെ വില 5 രൂപയും സാധനം 2ൻ്റെ വില 4 രൂപയുമാണെങ്കിൽ ഉപഭോക്താവിന് വാങ്ങാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഉപഭോക്താവിന് തൻ്റെ വരുമാനം വെച്ച് വാങ്ങാൻ പറ്റുന്ന ലഭ്യമായ സംയോഗങ്ങളെ ആണ് നമ്മളിവിടെ, ബണ്ടിലുകളെയാണ് നമ്മളിവിടെ കണ്ടത്. ദെൻ എമംഗ് ദ ബണ്ടിൽ, ഈ ബണ്ടിലുകളിൽ കൺസിഡർ ബണ്ടിൽ 05 ആൻഡ് 40. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ദീസ് ബണ്ടിൽസ് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു rupees 20. ഈ ബണ്ടിലുകൾ 20 രൂപയ്ക്ക് തുല്യമായ ചിലവ് വരുന്ന ബണ്ടിലുകളാണ്. 20 രൂപയ്ക്ക് തുല്യമായി വരുന്ന ചിലവ് വരുന്ന ബണ്ടിലുകളാണ്. ദെൻ അതർ ബണ്ടിൽസ് കോസ്റ്റ് ലെസ് ദാൻ rupees 20. അതർ ബണ്ടിൽസ് 05, 40 ഇത് കൂടാതെയുള്ള ബണ്ടിലുകളെല്ലാം 20 രൂപയ്ക്ക് താഴെ ചിലവ് വരുന്ന ബണ്ടിലുകളാണ്. നമുക്ക് മനസ്സിലാക്കാം. ദെൻ കൺസ്യൂമർ കനോട്ട് അഫോർഡ് ടു ബൈ the bundles which cost more than rupees 20. ഈ ബണ്ടിലുകളല്ലാതെ ഇതിന് മുകളിൽ ചിലവ് വരുന്ന ബണ്ടിലുകൾ ഉപഭോക്താവിന് തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. കാരണം ഹി ഹാസ് ലിമിറ്റഡ് ഇൻകം, അദ്ദേഹത്തിൻ്റെ വരുമാനം ലിമിറ്റഡ് ആണ്. ഇവിടെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 20 രൂപയാണ് വരുമാനം. അപ്പോൾ ബഡ്ജറ്റ്, കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് എ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ദെൻ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് 2 goods. That is called as budget set with his income. Then going to budget line. Budget line is the graphical representation of budget set എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബഡ്ജറ്റ് സെറ്റിൻ്റെ ഒരു ഗ്രാഫിക്കൽ രീതിയാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയാം. It is defined as the straight line. Budget line is the line which consists all the bundles that the consumer can purchase with his income, which cost exactly equal to his income. Budget line is the line which consists all the bundles which cost exactly equal to the income of the consumer. ഉപഭോക്താവിൻ്റെ വരുമാനത്തിന് തുല്യമായി ചെലവ് വരുന്ന ബണ്ടിലുകളെ പോയിന്റുകളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ പറയുന്നത് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ നിങ്ങൾക്ക് കാണാം. ബഡ്ജറ്റ് ലൈനിൻ്റെ ഗ്രാഫിക്കൽ രീതി ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ഗുഡ് 1 എമൗണ്ടും വൈ ആക്സിസിൽ ഗുഡ് 2 എമൗണ്ടുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുഡ് 1ൻ്റെ അളവ് എക്സ് ആക്സിസിലും ഗുഡ് 2ൻ്റെ അളവ് വൈ ആക്സിസിലും. നിങ്ങൾ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഗ്രാഫിനെക്കുറിച്ച് എങ്ങനെ വരയ്ക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. +1 നിങ്ങൾ കൃത്യമായിട്ട് ഗ്രാഫിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ കൃത്യമായ മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ മെഷർമെൻറ്റ് വെച്ച് 1 സെൻറ്റിമീറ്റർ വെച്ച് കൃത്യമായി അളന്ന് ഗ്രാഫ് വരയ്ക്കുക. അതിനനുസരിച്ച് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ ദ ബഡ്ജറ്റ് ലൈൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഓർ ഇറ്റ് ഈസ് എ ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഹാസ് an equation P1 x1 plus P2 x2 is equal to m. നമ്മൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് കണ്ടു. ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് ഈസ് ദ P1 x1 plus P2 x2 is less than or equal to m. Here budget line equation is P1 x1 plus P2 x2 is equal to m. The cost of 2 goods equals income of the consumer. The straight line shows
different bundles which cost exactly equal to the income of the consumer. ഉപഭോക്താവിൻ്റെ വരുമാനത്തിന് തുല്യമായ ബണ്ടിലുകളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന കർവിനാണ്, സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ പറയുന്നത് ബഡ്ജറ്റ് ലൈൻ. Then this equation can be, budget line is a straight line. So this equation can be written as, ഓരോ സ്ട്രെയിറ്റ് ലൈനും അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ആ ഫോമിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാം. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ 2 can be written as x2 is equal to m by p1 minus p1 by p2 x1. That is the straight line equation. ഈ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്. ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x2 is equal to m by p1 minus p1 by p2 x1. x2 is the variable. x2 and x1 are the variable. Then m by p1 is the intercept. m by p1 is the intercept. Budget line slopes downward from left to right. So m by p1 is the intercept. Here vertical intercept. Sorry, horizontal intercept. Then minus p1 by p2 is the slope of the straight line. Then x1 is the variable. It is the equation of the straight line. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഫോമിലാണ് നമ്മൾ പറയുന്നത്. അതായത് y is equal to a minus bx എന്ന രീതിയിലുള്ള ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇവിടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷന് റെപ്രസെൻ്റ് ചെയ്ത് എഴുതിയതാണ് x2 is equal to m by p1 minus p1 by p2 x1. Here vertical intercept is m by p2. Vertical intercept എന്ന് പറയുന്നത് m by p2. Then horizontal intercept m by p1. Then slope of the straight line is minus p1 by p2. Minus p1 by p2 എന്ന് വരാൻ കാരണം which slopes downward from left to right. Downward sloping ആണ്, നെഗറ്റീവ് സ്ലോപ്പാണ്. അതുകൊണ്ടാണ് മൈനസ് p1 by p2 എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുന്നത് m by p2 എന്ന ഇക്വേഷൻ വെച്ചാണ്. കൂടാതെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഇൻകം ബൈ p2. സ്ലോപ്പ് പ്രൈസ് ഓഫ് ഗുഡ് 1 divided by പ്രൈസ് ഓഫ് ഗുഡ് 2. Then slope is the ratio of prices of the goods. Prices of good 1 and good 2. Ratio of prices of good 1 and good 2. Negative ratio of p1 and p2 is the slope of the budget line. Budget line is the curve or straight line which shows different bundles which cost exactly equal to income of the consumer. ഉപഭോക്താവിൻ്റെ വരുമാനത്തിന് തുല്യമായ ചിലവ് വരുന്ന ബണ്ടിലുകളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുക. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത് p1 x1 plus p2 x2 is equal to m. Then vertical intercept, we can rewrite the equation, budget line equation, as straight line equation because it is a budget line is a linear straight line. Then linear straight line has its own equation, that is x2 is equal to m by p1 minus m p1 minus p1 divided by p2 x into x1. That is a straight line equation in which vertical intercept is m by p2, horizontal intercept is m by p1, then slope is minus p1 by p2. These are the budget line. Then going to derivation of the slope of the budget line. Slope of the budget line is price ratio. നമ്മൾ കണ്ടു p1 by p2 ആണ് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞു. Then price ratio is the slope of the budget line. ബഡ്ജറ്റ് ലൈൻ്റെ ചെരിവ് എന്ന് പറയുന്നത് p1 by p2 ആണ്. അത് എന്താണ്? വിലകൾ തമ്മിലുള്ള റേഷ്യോ ആണ്, വിലകൾ തമ്മിലുള്ള നിരക്കാണ്. ഗുഡ് 1ൻ്റെ വിലയും ഗുഡ് 2ൻ്റെ വിലയും തമ്മിലുള്ള നിരക്കിനാണ് നമ്മൾ പറയുന്നത് പ്രൈസ് റേഷ്യോ. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ, ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് p1 by p2 minus p1 by p2. ഇത് പ്രൈസ് റേഷ്യോ ആണ്. Then going to derivation of the slope of the budget line. Derivation of the slope of the budget line. Slope measures the amount of change in good 2 required per unit change in good 1 along the budget line. Slope എന്ന് പറയുന്നത് ratio of amount of good 1
change in good 1 with the change in good 2 per unit change in good 1 along the budget line. Slope is the ratio of slope measures the amount of change in good 1. Slope measures the amount of change in good 1 with the per unit change in good 1 along the budget line. Budget ലൈനിലൂടെ good 1 good 2ൻ്റെ അളവ് good 1ൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് good 2ൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. ആ നിരക്ക് അതിനാണ് നമ്മൾ പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. എന്തുമാത്രം മാറ്റമാണ് അതിന് സംഭവിക്കുന്നത് അതിൻ്റെ നിരക്കാണ് പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത്. അതാണ് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. കൺസിഡർ ദ എക്കണോമിക് മോഡൽസ് ഓഫ് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. ഹൗ ടു ഡിറൈവ് slope of the budget line. Look here, you can see that P1 x1 plus P2 x2 is equal to m. That is a budget line equation. Consider 2 points on the graph. Budget line graph ആണ് നിങ്ങൾ കാണുന്നത്. അതിൽ 2 പോയിന്റുകൾ നിങ്ങൾ കാണാം, A and B. At the point A, combination is x1 and x2. അറ്റ് പോയിന്റ് ബി, എയിൽ നിന്നും ബിയിലേക്ക് പോയിന്റ് മാറി. അപ്പോൾ അവിടെ ചേഞ്ചും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ അറ്റ് ദാറ്റ് പോയിന്റ് കോമ്പിനേഷൻ ഈസ് x1 പ്ലസ് ഡെൽറ്റ x1 ഈ x2 പ്ലസ് ഡെൽറ്റ x2. അപ്പോൾ ചേഞ്ചും കൂടി കൂട്ടിച്ചേർത്ത ഒരു ബണ്ടിലാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ വി ക്യാൻ റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ അറ്റ് പോയിന്റ് എ ആൻഡ് ബി. അറ്റ് പോയിന്റ് എ ബഡ്ജറ്റ് ലൈനിൽ 2 പോയിൻ്റാണ് എടുക്കുന്നത്. ഒന്നുകൂടി പറയാം, ബഡ്ജറ്റ് ലൈൻ 2 പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നത്, പോയിൻ്റ് എ ആൻഡ് പോയിൻ്റ് ബി. പോയിൻ്റ് എയിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഓരോ പോയിൻറ്റിലും x1 x2 എമൗണ്ടാണ് ഉള്ളത്, വിച്ച് ഗീവ് ഈക്വൽ ഓർ വിച്ച് ദ കോസ്റ്റ് ഫോർ ദ ബണ്ടിൽ ഈക്വൽസ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ദെൻ കൺസിഡർ പോയിൻ്റ് എ വിച്ച് റെപ്രസെൻറ്റ്സ് x1 x2 ബണ്ടിൽസ് ഫോർ കോമ്പിനേഷൻസ് ഓഫ് good 1 and good 2. At the point B, the amount x1 x2 changed from x1 x2 to x1 plus delta x1 x2 plus delta x2. ചേഞ്ച്ഡ് എമൗണ്ട് കൂടി കൂടിച്ചേർന്ന ബണ്ടിലാണ് രണ്ടാമത് ബി എന്ന പോയിന്റിൽ വരുന്നത്. ഈ 2 പോയിന്റും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് കണ്ടെത്താം. Then at point A, P1 x1 plus P2 x2 is equal to m is the equation of the budget line. At point B, change കൂടി നമ്മളിവിടെ കൊണ്ടുവരുന്നു. P1 x1 P1 into x1 plus delta x1 P1 into x1 plus delta x1 plus P2 into x2 plus delta x2. നിങ്ങൾക്ക് കാണാം, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ അറ്റ് പോയിന്റ് ബി. For deriving the slope of the budget line, we want to draw a straight line corresponding to or parallel to vertical axis and horizontal axis. Then we can derive a triangle. In that triangle, we can derive the slope of the budget line. Before that, consider these 2 equations. Subtracting equation 4 from equation 5. Equation 4 എന്ന് പറയുന്നത് P1 x1 plus P2 x2 is equal to m. Equation 5 എന്ന് പറയുന്നത് P1 into x1 plus delta x1 plus P2 into x2 plus delta x2. അപ്പോൾ സമവാക്യം 4 നിന്നും 5 നിന്നും സമവാക്യം 5 നിന്നും 4 കുറയ്ക്കുക. അതായത് ബഡ്ജറ്റ് ലൈൻ്റെ ചെരിവ് കണ്ടുപിടിക്കുന്നതിന് ബഡ്ജറ്റ് ലൈൻ്റെ ചെരിവ് എന്ന് പറയുന്നത് good 1 എമൗണ്ട് കൂടുന്നതനുസരിച്ച് good 2ൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. ഇത് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈനിൽ നിന്നും 2 പോയിന്റുകൾ എടുക്കുന്നു. ആ 2 പോയിൻറ്റിൻ്റെയും ഇക്വേഷൻ നമ്മൾ എഴുതുന്നു, സമവാക്യം എഴുതുന്നു. അതിലൊന്നാമത്തെ സമവാക്യം എന്ന് പറയുന്നത് P1 x1 plus P2 x2 ഈസ് ഈക്വൽ ടു m. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് P1 x1 plus delta x1 plus P2 into x2 plus delta x2. ഈ രണ്ടാമത്തെ ഇക്വേഷൻ 5 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇക്വേഷൻ 5ൽ നിന്നും ഇക്വേഷൻ 4 കുറക്കുക. ബൈ സബ്ട്രാക്റ്റിംഗ് ഇക്വേഷൻ 4 ഫ്രം ഇക്വേഷൻ 5 വി ഗെറ്റ് P1 delta x1 plus P2 delta x2 is equal to 0.
നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൊത്തമായിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ബാലൻസ് വരുന്നത് ബാക്കിയായിട്ട് വരുന്നത് P1 ഡെൽറ്റ x1 പ്ലസ് P2 ഡെൽറ്റ x2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. By rearranging this equation number 6, we get delta x2 divided by delta x1 that is equal to minus P1 by P2. Delta x2 divided by delta x1 is equal to minus P1 by P2. good 2 മാറ്റവും good 1 മാറ്റവും തമ്മിലുള്ള റേഷ്യോ ഈക്വൽസ് പ്രൈസ് റേഷ്യോ മൈനസ് P1 by P2. ഇങ്ങനെയാണ് ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് നമ്മൾ കണ്ടെത്തുക. ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാം, ഒരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്യുന്നു. പോയിൻ്റ് എയിൽ നിന്നും പോയിൻ്റ് ബിയിലേക്ക് എത്തുമ്പോൾ ഒരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് വെർട്ടിക്കൽ ആക്സിസിന് സമാന്തരമായി എ പോയിൻറ്റിലൂടെ ഒരു ലൈൻ വരയ്ക്കുക, അതേപോലെ ബി പോയിൻറ്റിലൂടെ ഹൊറിസോണ്ടൽ ആക്സിസിന് സമാന്തരമായി ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിൽ വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് x2 വാല്യൂ ആണ്, അല്ലെങ്കിൽ ഗുഡ് 2വിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. കൂടാതെ താഴെ ഹൊറിസോണ്ടൽ ആക്സിസിൽ x1 വാല്യൂ അല്ലെങ്കിൽ ഗുഡ് 1ൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ആ പോർഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ഗുഡ് 2വിൻ്റെ അളവാണ് ചേഞ്ച് ആയത് നമുക്ക് കാണാം. അതുപോലെ ഗുഡ് 1 എത്രമാത്രം വർദ്ധിച്ചു, ഗുഡ് 2 എത്രമാത്രം വിട്ടുകൊടുത്തു. അപ്പോൾ വിട്ടുകൊടുത്ത അളവ് ചേഞ്ച് ഇൻ x2 എന്നും അധികമായി x1 ലഭിച്ചത് ചേഞ്ച് ഇൻ x1 എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ അനുപാതത്തെയാണ് മൈനസ് P1 by P2 എന്ന രീതിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു ബഡ്ജറ്റ് ലൈനിൽ നിന്നും എങ്ങനെ നമ്മൾ സ്ലോപ്പ് ഡെറൈവ് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോ സ്ട്രെയിറ്റ് ലൈനും ചെരിവ് വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യസ്തമായ ചെരിവ് കണ്ടുപിടിക്കുന്നത് ഇതേ രീതിയിലാണ്. പൊതുവായി ഇതേ രീതിയിലാണ് ചെരിവ് കണ്ടെത്തുക. 2 പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വെർട്ടിക്കൽ ആക്സിസിലും ഹൊറിസോണ്ടൽ ആക്സിസിലും സമാന്തരമായി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്, ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും ബേസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിന് സമാന്തരമായിട്ടുള്ളതുമാണ്. ഇതിൻ്റെ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ചെരിവ് കണ്ടെത്താം. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. എന്താണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ പറയുന്നത്? ഉപഭോക്താവിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. കമ്പോളത്തിൽ അന്തിമ വസ്തുക്കൾക്ക് വേണ്ടി ഉപഭോക്താവ് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് തിയറി ഓഫ് കൺസ്യൂമർ പ്രധാനമായും പറയുന്നത്. ഫോർ എക്സ്പ്ലെയിനിങ് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, വി അസ്യൂംഡ് ദാറ്റ് there are only 2 goods, then consumer chooses the bundle. Bundle represents the combinations of 2 goods, good 1 and good 2. x1 denotes the amount of good 1, x2 denotes the amount of good 2. Then consumer's budget means income of the consumer to purchase different combinations of 2 goods with the available income at the prevailing market price. കമ്പോള വിലയ്ക്കനുസരിച്ച് എത്രത്തോളം വസ്തുക്കളുടെ കോമ്പിനേഷനുകൾ വാങ്ങാം എന്ന ഉപഭോക്താവിൻ്റെ കപ്പാസിറ്റിക്ക് ആണ് നമ്മൾ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറയുക. സിംപ്ലി കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് ഈസ് ഈക്വൽ ടു ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ദെൻ കൺസംഷൻ ബണ്ടിൽ ഫോർ ദ കൺസ്യൂമർ ഡിപ്പെൻഡ്സ് ഓൺ മെയിൻലി ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ 2 ഗുഡ്സ്. 2 വസ്തുക്കളുടെ കമ്പോള വിലയെയും ഉപഭോക്താവിൻ്റെ വരുമാനത്തെയും ആശ്രയിച്ചാണ് ഉപഭോഗ ബണ്ടിൽ തീരുമാനിക്കപ്പെടുന്നത്. ഈ ഉപഭോഗ ബണ്ടിലിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് സെറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ ബണ്ടിൽസ് അവൈലബിൾ ടു ദ കൺസ്യൂമർ വിത്ത് ഹിസ് ഇൻകം ആൻഡ് പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്. ദെൻ ലാസ്റ്റ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്താണെന്നാണ് പറഞ്ഞത്. ഇത് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഇതിൽ കുറച്ച് ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. കൺസിഡർ എ കൺസ്യൂമർ who has rupees 20 as income and suppose the price of 2 goods are rupees 5 and rupees 4 respectively. Then find out, there are different questions, you can see the questions. നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണ്. ഒരു ഉപഭോക്താവ് 20 രൂപ വരുമാനമുള്ള ഉപഭോക്താവ് 5 രൂപ വിലയുള്ള
ഒരു വസ്തുവും 4 രൂപ വിലയുള്ള വസ്തുവും വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നു. അങ്ങനെയെങ്കിൽ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഇതിൽ ആദ്യത്തെ 1-2 ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക. റൈറ്റ് ഡൗൺ ഓൾ ദ ബണ്ടിൽസ് അവൈലബിൾ ടു ദ കൺസ്യൂമർ. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ഡൗൺ ഓൾ ദ ബണ്ടിൽസ് അവൈലബിൾ ടു ദ കൺസ്യൂമർ. ലഭ്യമായ ഈ വരുമാനം 20 രൂപ വരുമാനവും 5 രൂപ ഒന്നാമത്തെ വസ്തുവിനും 4 രൂപ രണ്ടാമത്തെ വസ്തുവിനും കൂടി ചേർന്ന് ഒരു ഉപഭോക്താവിന് വാങ്ങാൻ സാധിക്കുന്ന എല്ലാ ബണ്ടിലുകളും എഴുതുക. അത് ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. നിങ്ങൾ നോട്ട്ബുക്കിൽ അത് എഴുതുക. രണ്ടാമത്തെ ചോദ്യം വരുന്നത്, റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. തന്നിരിക്കുന്ന പ്രസ്താവനയ്ക്കനുസരിച്ച് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതുക. അതിൻ്റെ നോർമൽ ഫോം എന്ന് പറയുന്നത് P1x1 + P2x2 = M. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. അപ്പോൾ P1x1 + P2x2 എന്ന് പറയുമ്പോൾ P1 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5x1 + 4x2 = 20. ഇതാണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ദെൻ പിന്നീട് പറഞ്ഞത്, റൈറ്റ് ഡൗൺ ദ ബണ്ടിൽസ് വിച്ച് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഉപഭോക്താവിൻ്റെ വരുമാനം 20 ആണ്. ആ 20 രൂപയ്ക്ക് തുല്യമായി വരുന്ന ബണ്ടിലുകൾ ഏതാണ്? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് എഴുതുക. ദെൻ ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ ദാറ്റ് ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഇഫ് ഹീ സ്പെൻഡ് ഹിസ് എൻ്റയർ ഇൻകം ഓൺ പർച്ചേസിങ് ഗുഡ് വൺ. ഗുഡ് വൺ വാങ്ങുന്നതിന് വേണ്ടി തൻ്റെ വരുമാനം മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് ഗുഡ് വൺ കൺസ്യൂമറിന് വാങ്ങും? അതാണ് അടുത്ത ചോദ്യം. തൊട്ടടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മച്ച് യൂണിറ്റ് ഓഫ് ഗുഡ് 2 ദാറ്റ് ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഇഫ് ഹീ സ്പെൻഡ് ഹിസ് എൻ്റയർ ഇൻകം ഓൺ ഗുഡ് 2. നേരത്തെ പറഞ്ഞത് ഗുഡ് വണ്ണിന് വേണ്ടി മാത്രം പണം മുഴുവൻ വരുമാനം മുഴുവൻ ചെലവഴിച്ച് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് ഗുഡ് വൺ വാങ്ങാം. രണ്ടാമത്തെ തൊട്ടടുത്തായി പറഞ്ഞത് മുഴുവൻ വരുമാനവും ഗുഡ് 2 വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് ഗുഡ് 2 വാങ്ങാം. അത് ഇങ്ങനെയും ചോദിക്കാം. വാട്ട് ഈസ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്നാണ് ചോദ്യമെങ്കിൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഉത്തരം തന്നെയാണ് വരിക. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുക. ദെൻ ചോദ്യം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. വാട്ട് ഈസ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ ദാറ്റ് ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 2 ദാറ്റ് ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് വിത്ത് ഹിസ് എൻ്റയർ ഇൻകം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. റൈറ്റ് ഡൗൺ ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. -P1/P2. P1 P2 എന്താണെന്ന് അറിയാം. അതിന് മൈനസും കൂടി ചേർത്ത് എഴുതുക, റേഷ്യോ എഴുതുക. ദെൻ നെക്സ്റ്റ്, ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. അതിൽ കൃത്യമായിട്ട് വാല്യൂസ് മാർക്ക് ചെയ്യുക. അതിനുശേഷം കൃത്യമായിട്ട് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. ദെൻ നെക്സ്റ്റ്, ഡിഫൈൻ ബഡ്ജറ്റ് ലൈൻ. ഡിഫൈൻ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ എന്താണ് നിർവചിക്കുക. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു അസൈൻമെൻറ്റ് എന്ന രീതിയിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.